ഹേയ്, അസ്സലാമു അലൈക്കും. ഇന്ന് എന്നെ അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പിച്ച 10 ഹാബിറ്റ്സാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഞാൻ ഒരു പൂർണ്ണ വ്യക്തിയാണെന്നല്ല പറയുന്നത്. എനിക്കും തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ മനസ്സ് തളരാറുണ്ട്. പക്ഷേ ഈ ചെറിയ ശീലങ്ങൾ പതിയെ എൻ്റെ മനസ്സിനെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് കൂടുതൽ സമാധാനവും അള്ളാഹുമായുള്ള കൂടുതൽ അടുപ്പവും ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവ സഹായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങൾക്കും ഇത് ഉപകരിക്കുമെന്നത് എനിക്ക് ഉറപ്പാണ്. ഈ 10 കാര്യങ്ങളും ഒരേ ദിവസം തുടങ്ങണമെന്നില്ല. ഒരു ശീലം കൊണ്ട് തുടങ്ങുക, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക, പിന്നീട് പതിയെ മറ്റൊന്നും കൂടി ചേർക്കുക. ഓർക്കുക, വലിയ മാറ്റങ്ങൾ എപ്പോഴും ചെറിയ ശീലങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്പർ 1, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ അൽഹംദുലില്ലാ എന്ന് പറയാൻ ശ്രമിക്കുക. ഫോൺ എടുക്കുന്നതിനും ഇന്നത്തെ ജോലികളെക്കുറിച്ച് ചിന്തിക്കുന്നതിനു മുമ്പ് ഒരു നിമിഷം അള്ളാഹുവിന് വേണ്ടിയിട്ട് നന്ദി പറയുക. ഇന്നും ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം കൂടി തന്നതിന്, ആരോഗ്യം നൽകിയതിന്, കുടുംബം നൽകിയതിന്, ഭക്ഷണം നൽകിയതിന്, ഈമാൻ നൽകിയതിന്, അവ നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തിനും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നന്ദി പറയുക. പലപ്പോഴും നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. പക്ഷേ അള്ളാഹു ഇതിനോടകം തന്നെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനും ജീവിതത്തിലും വലിയ മാറ്റം വരാൻ തുടങ്ങും. നന്ദി പറയുക എന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്നല്ല, എന്ത് സാഹചര്യമായാലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ വിശ്വാസമുണ്ട് എന്നതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദിവസം ആരംഭിക്കുക. നമ്പർ 2, ടോക്ക് ടു അള്ളാഹ്. നമ്മൾ വിഷമങ്ങൾ വരുമ്പോൾ പലരോടും സംസാരിക്കാറുണ്ട്. നമ്മളെ വിഷമങ്ങൾ പലരോടും ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ അള്ളാഹുവിനോട് സംസാരിക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അള്ളാഹു എപ്പോഴും കേൾക്കുന്നവനാണ്. നിങ്ങളുടെ സന്തോഷങ്ങൾ പറയാനും, നിങ്ങളുടെ വിഷമങ്ങൾ പറയാനും, ഭയങ്ങൾ പറയാനും, സ്വപ്നങ്ങൾ പറയാനും, മറ്റാരോടും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും അള്ളാഹുവിനോട് നിങ്ങൾക്ക് പറയാൻ പറ്റും. വലിയ വാക്കുകളോ മനോഹരമായ ഭാഷയോ ആവശ്യമില്ല. ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന മതി. നിങ്ങൾ അള്ളാഹുവിനോട് കൂടുതൽ സംസാരിക്കും തോറും അവനിലുള്ള നിങ്ങളുടെ വിശ്വാസവും സ്നേഹവും കൂടുതൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്പർ 3, സ്റ്റേ കൺസിസ്റ്റന്റ് വിത്ത് സല. നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ചില ദിവസങ്ങളിൽ ഏകാഗ്രത കുറയാം, അത് എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. പക്ഷേ അതുകൊണ്ട് നിസ്കാരം നിർത്തരുത്. വീണ്ടും വീണ്ടും അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഴിയുമെങ്കിൽ നിസ്കാരത്തിൽ പറയുന്ന വാക്കുകളുടെ അർത്ഥം കൂടെ പഠിക്കുക. അപ്പോൾ നിസ്കാരം വെറും അറബിക്ക് വാക്കുകൾ പറയുന്നതല്ലെന്ന് മനസ്സിലാകും. അത് അള്ളാഹുമായുള്ള മനോഹരമായ ഒരു കോൺവെർസേഷനാണ്. നമ്പർ 4, റീഡ് ദ ഖുർആൻ ഡെയിലി. എല്ലാ ദിവസവും കുറച്ചെങ്കിലും ഖുർആൻ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു പേജ് മാത്രമാണെങ്കിലും മതി. നമ്മൾ ഓതുന്ന പേജുകളിലോ അങ്ങനെയൊന്നല്ല കാര്യം, നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ഓതുന്നുണ്ടോ എന്നതിലാണ് കാര്യം. നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ചിന്തിക്കുക. ഈ ആയത്തിലൂടെ അള്ളാഹു എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക. ഖുർആൻ നമ്മുടെ ജീവിതത്തിലുള്ള വഴികാട്ടിയാണ്. അതിനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കും തോറും നമ്മുടെ ഹൃദയവും ജീവിതവും നല്ല രീതിയിൽ മാറാൻ തുടങ്ങും. 5ാമത്തെ കാര്യം, ലേൺ ഫ്രം ദ പ്രോഫിറ്റ്. ജീവിതം പ്രയാസകരമാണെന്ന് തോന്നുമ്പോൾ പ്രവാചകന്മാരുടെ ജീവിത കഥകൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അവരെല്ലാവരും വലിയ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയവരാണ്. എന്നിട്ടും അവർ അള്ളാഹുവിലുള്ള വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ജീവിതം നമ്മെ ക്ഷമയും പ്രതീക്ഷയും അള്ളാഹുവിൽ ആശ്രയിക്കുന്നതും പഠിപ്പിക്കുന്നുണ്ട്. ഓരോ പരീക്ഷണത്തിനും പിന്നിൽ ഒരു നന്മയുണ്ടെന്ന് അവരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവരുടെ കഥകൾ വെറും ചരിത്രമല്ല, ഇന്നും നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന പാഠങ്ങളാണ്. ഈ 5 ശീലങ്ങൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നവയാണ്. 6ാമത്തത്, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗങ്ങളിൽ ഒന്നാണ് ദിക്ർ. അതുകൊണ്ട് ദിക്ർ നിങ്ങൾ ഒരുപാട് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിന് പ്രത്യേകമായിട്ട് സമയമോ അല്ലെങ്കിൽ സ്ഥലമോ ആവശ്യമില്ല. നടക്കുമ്പോഴും വീട്ടുജോലികൾ ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ദിക്റുകൾ നമുക്ക് ചൊല്ലാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഈ വാക്കുകൾ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇവയുടെ പ്രതിഫലം വളരെ വലുതാണ്. ദിക്ർ നമ്മുടെ നാവിനെ മാത്രമല്ല ഹൃദയത്തെയും അള്ളാഹുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ജീവിതം തിരക്കേറിയതാവുമ്പോഴും മനസ്സ് അസ്വസ്ഥമാവുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുന്നത് മനസ്സിന് സമാധാനം നൽകും.
ഏഴാമത്തത് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യർ ആരുമില്ല. നമ്മളെല്ലാവരും തെറ്റുകൾ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അതിനാൽ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, എൻ്റെ തെറ്റുകൾ അള്ളാഹു പൊറുക്കില്ല, അത് ശരിയല്ല. നാം ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹു പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ ഒരു ശീലമുണ്ടാക്കുക. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 100 ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തെറ്റുപോലും ചെയ്യാറില്ല. എന്നിട്ടും നബി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ട്. എട്ടാമത്തത് നമ്മൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക. അള്ളാഹുവിനെ ആരാധിക്കുന്നത് നിസ്കാരത്തിലും നോമ്പിലും മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതും വളരെ പ്രധാനമാണ്. നല്ല വാക്കുകൾ പറയുക, പുഞ്ചിരിക്കുക, ആരെയെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ സഹായിക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവരോട് പോലും കഴിയുമെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ നന്മ മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയേക്കാം. ആ നന്മ ആളുകൾ മറന്നാലും അള്ളാഹു ഒരിക്കലും മറക്കില്ല. 9, നമ്മൾ ആഖിറത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുക. ഈ ലോകത്തിലെ കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ സമയം കൊടുക്കുന്നത്. പഠനം, ജോലി, പണം, ഭാവി ഇതെല്ലാം പ്രധാനമാണ്. പക്ഷേ ഇതെല്ലാം ഒരു ദിവസം അവസാനിക്കും. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങേണ്ടവരാണ്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ സ്വയം ചോദിക്കുക, ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ കാര്യം എന്നെ അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യം മാത്രം നമ്മുടെ പല തീരുമാനങ്ങളും മാറ്റാൻ കഴിയും. ആഖിറത്ത് ഓർക്കുമ്പോൾ ഈ ലോകത്തേക്കാൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് നാം കൂടുതൽ വില നൽകാൻ പഠിക്കും. 10ാമത്തത്, നമ്മൾ ഒരു ദിവസത്തിൻ്റെ അവസാനം നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് വിലയിരുത്തുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് സമയം നിങ്ങളെ വിലയിരുത്തുക. ഇന്ന് ഞാൻ എന്ത് നല്ല കാര്യമാണ് ചെയ്തത്, എന്ത് തെറ്റാണ് ചെയ്തത്, ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, അള്ളാഹുവിനെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നാളെ എന്ത് ചെയ്യാൻ കഴിയും. ശേഷം അള്ളാഹുവിന് നന്ദി പറയുക. ചെയ്തു പോയ തെറ്റിന് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടുക. നിങ്ങൾക്കും കുടുംബത്തിനും മുഴുവൻ ഉമ്മത്തിനും വേണ്ടി ദുആ ചെയ്യുക. നാളെ ഇന്ന് ഉണ്ടായതിനേക്കാൾ നല്ലൊരു മുസ്ലിം ആകാൻ അള്ളാഹുവിനോട് സഹായം തേടുക. എല്ലാ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ കാലക്രമേണ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കാണാൻ തുടങ്ങും. അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക എന്നത് ഒരു ദിവസത്തിൽ നടക്കുന്ന കാര്യമല്ല. അത് ഒരു വലിയ യാത്രയാണ്. ചില ദിവസങ്ങൾ എളുപ്പമായിരിക്കും, ചില ദിവസങ്ങൾ പ്രയാസമായിരിക്കും. പക്ഷേ ഒരിക്കലും ശ്രമം നിർത്തരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ നിസ്കാരവും, ഓരോ ദുആയും, ദിക്റും, ചെറിയ നന്മകളും അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു ശ്രമവും ഒരിക്കലും പാഴാകില്ല. അതിനാൽ ഇന്ന് തന്നെ ഒരു ചെറിയ നല്ല ശീലം തുടങ്ങുക. അത് സ്ഥിരമായി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ആ ചെറിയ ശീലം നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ആഖിറത്തിനെയും മനോഹരമാക്കും. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ ഈമാൻ നൽകുകയും നിറക്കുകയും ചെയ്യട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. നമ്മുടെ നല്ല പ്രവൃത്തികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിർത്തട്ടെ. അവസാനം എല്ലാവർക്കും ജന്നത്തുൽ ഫിർദൗസ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്കും കൂടെ എത്തിച്ചു കൊടുക്കുക. ഒരു പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒരാളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിന് കാരണമായേക്കാം. അതിൻ്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്കും നൽകും. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.